ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ഓസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേതു ദോഷം വന്നാൽ എങ്ങനെയാണ് അതിനെ പരിഹരിക്കുക, എങ്ങനെയൊക്കെയാണ് കേതു എന്ന ഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ജാതകത്തിൽ അത് അനിഷ്ടഭാവത്തേക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ ഗ്രഹം നമ്മളെ സ്വാധീനിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ്. കേതു പൊതുവെ ഒരു പാപഗ്രഹം ആയിട്ടാണ് കാണുന്നത്. കേതു ജാതകത്തിൽ ഏത് രാശിയിൽ നിൽക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പാപം നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ അഷ്ടമസ്ഥാനത്ത് നിന്നാൽ ആയുസ്സിനെ ബാധിക്കുന്നു, അപകടമുണ്ടാകുന്നു. അതുപോലെ നമ്മളുടെ ലഗ്നത്തിൽ 1-ാം ഭാവത്തിൽ നിന്നാൽ ശാരീരിക ക്ലേശങ്ങൾ, മനക്ലേശങ്ങൾ, ശരീരം പെട്ടെന്ന് മെലിയുന്നതിന് കാരണമുണ്ടാകുന്നു. അങ്ങനെയുള്ള ക്ലേശങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതുപോലെ കളത്ര സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധം തകരുന്നതിന് വരെ കാരണമാകുന്നു, കുട്ടികൾ ഉണ്ടാകാനുള്ള താമസം. മാതൃസ്ഥാനത്ത് നിന്നാൽ മാതാവിന് ദോഷം, കുടുംബപരമായ ദോഷം, കുടുംബ സ്വത്തുക്കൾ ക്ഷയിക്കാനുള്ള സാധ്യത. അതുപോലെ ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ ഭാഗ്യ കടാക്ഷമില്ലാതെയാകുന്നു, തടസ്സങ്ങൾ, ജോലിപരമായ തടസ്സങ്ങൾ, പിതാവിന് ദോഷം, ഗുരുകൃപ ഇല്ലാതെ പോകുന്നു. അതുപോലെ 12-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോലും ദോഷമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചെലവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ഇതെല്ലാം കേതുവിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്. അപ്പം കേതു ഗ്രഹദോഷം മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും ചെയ്യേണ്ടത് വിഘ്നേശ്വര പ്രീതി. അതാണ്. എല്ലാ കേസുകളിലും വിഘ്നേശ്വര പ്രീതി അല്ല ചെയ്യുന്നത് എങ്കിൽ പോലും വിഘ്നേശ്വര പ്രീതി, നമ്മളുടെ ഭാഗ്യത്തിന് തടസ്സമായി നിന്നാൽ, ജോലിപരമായ തടസ്സമായി നിന്നാൽ, അതുപോലെ അങ്ങനെയുള്ള മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടായാൽ വിഘ്നേശ്വര പ്രീതി നേടിക്കഴിഞ്ഞാൽ, അതുപോലെ വിഘ്നേശ്വര മന്ത്രം ഓം മഹാഗണപതായേ നമ, ഓം ശ്രീ വിഘ്നേശ്വരായ നമ, ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതുപോലെ വിഘ്നേശ്വരനെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു നാളികേരം മുടക്കുകയാണെങ്കിൽ ഈ തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്, ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ വിഘ്നേശ്വര സ്തോത്ര പുഷ്പാഞ്ജലി ഇത് ചെയ്യുകയാണെങ്കിലും വളരെ ഉത്തമമാണ്. ഇനി ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് കേതുദോഷം വളരെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളിന് 3 ദിവസം മുമ്പ്, അതായത് 3-ാം ദിവസം പക്കപ്പിറന്നാളായി വരുന്ന ദിവസം, അങ്ങനെ നോക്കിയിട്ട് 3 ദിവസങ്ങളിലായി 18 നാരങ്ങയിൽ തീർത്ത നാരങ്ങ മാല ഗണപതിക്ക് സമർപ്പിക്കാവുന്നതാണ്. ആദ്യ ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം നിങ്ങളുടെ പക്കപ്പിറന്നാളാകണം. അങ്ങനെ വരുന്ന ദിവസം വേണം വിഘ്നേശ്വര സ്തോത്ര പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ കേതുദോഷം നമുക്കൊരു പരിധി വരെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ ചാമുണ്ഡി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ അർച്ചന നടത്താം. അതുപോലെ നിങ്ങൾക്ക് കാര്യസിദ്ധി വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകൾ നടത്താവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നടത്തി കഴിഞ്ഞാലും കേതു ദോഷം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം. ഇത് അഷ്ടമസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആയുസ്സിനെ പോലും ബാധിക്കുന്നതാണ്. കേതു എന്ന ഒരു ദോഷഗ്രഹം അതീവ ദോഷഗ്രഹമാണ്. ഗുളികനെ പോലെ തന്നെ, ഗുളികനാണ് അതിലും ദോഷഗ്രഹം. അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു ഇതിൽ പറയുന്നതാണ്, ഗുളിക ദോഷത്തിൻ്റെ പരിഹാരവും കാര്യങ്ങളും. ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കേതുദോഷം ഉണ്ടെങ്കിൽ ഏത് സ്ഥാനത്താണോ നോക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ അഷ്ടമസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാൽ അങ്ങനെയുള്ള അഷ്ടമസ്ഥാന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ ശത്രുസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഗുരുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ കേതു ദോഷം നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ദോഷത്തിൻ്റെ കാര്യമാണ് ഞാൻ, കേതുവിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ആഗ്രഹിച്ചത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.